ഹലോ, വെൽക്കം ടു ചീമാസ് കിച്ചൺ. ഇന്ന് ചീമാസ് കിച്ചണിൽ ചേന വെച്ചൊരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേന തോരനാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു കടായിലേക്ക് 1/2 കിലോ ചേന ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചേനയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചേന വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണിത്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതിനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് ഏകദേശം 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പം 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ധാരാളം വെള്ളമൊക്കെ ചേനയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ചേനയുടെ എത്ര കുക്കായി എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ചേന അത്യാവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 75% കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ചൂടായ മൺചട്ടിയിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഏകദേശം 15 ഉള്ളി ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് 1 സവാള കൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം 2 പച്ചമുളക് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി നല്ലോണം വാടി വരണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ഒന്ന് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമുക്ക് കാണാം ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേനയിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഉള്ളിയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ ഉപ്പ് ചേനയിലേക്കും 1 ടീസ്പൂൺ ഉപ്പ് നമ്മുടെ ഈ ഒരു സവാളയിലേക്കും ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ആണ് ചതച്ചെടുത്തിട്ടുള്ളതാണ് വെളുത്തുള്ളി. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ചേനത്തോരന് ഉള്ളിയൊക്കെ നല്ലോണം കുക്കായിട്ട് വരണം. ആ ഒരു പിങ്ക് കളറിലേക്ക് നമ്മുടെ ഈ ഒരു സവാളയൊക്കെ മാറണം. വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചേന ചേർത്ത് കൊടുക്കാം. ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേന ഇട്ടതിന് ശേഷം ചേന ഉടഞ്ഞു പോവാതെ മെല്ലെ ഒന്ന് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചേന ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഉള്ളിയും ചേനയും ഒക്കെ കൂടെ ഒന്ന് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർക്കാനുണ്ട്. ഞാനിതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു തേങ്ങയുടെ അരമുറിയാണ് ചിരകി എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ചേന ഇപ്പം ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 75% ആയിരുന്നു കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ചേന നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പശുവിൻ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതൊരു ടേസ്റ്റിനാണ്, നിർബന്ധമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ പശുവിൻ നെയ്യും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ഉള്ളിയും ചേനയും അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ടൊക്കെ കൂടെ നല്ലൊരു പാകമായിട്ടുള്ളൊരു ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ചേന തോരനുടെ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. നല്ലൊരു സ്മെല്ലൊക്കെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ചേനയും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചേന ഏകദേശം 75% മാത്രമേ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ തേങ്ങയും ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇതിൽ കിടന്ന് മെല്ലെ ഒന്ന് കുക്കായി വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ചേനത്തോരൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചേന മെഴുക്കുവരട്ടിയൊക്കെ ട്രൈ ചെയ്ത ആളാണെങ്കിൽ എന്താണെങ്കിലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് റെസിപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വാച്ച് ചെയ്യുക. താങ്ക് യു.